2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിന് ഇനി 5 ദിവസം മാത്രം. പുതിയ പ്രഖ്യാപനങ്ങളും ക്ഷേമ പെൻഷനുകളുടെ വർധനവിലുമാണ് ജനം കണ്ണും നട്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും ഇനിയും നടപ്പായിട്ടില്ലെന്നതാണ് വസ്തുത. മദ്യത്തിൽ നിന്നും വരുമാനമുണ്ടാക്കാൻ മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. IT വ്യവസായ പാർക്കുകളിൽ മദ്യശാലകൾ ആരംഭിക്കുമെന്നതായിരുന്നു ഈ പ്രഖ്യാപനങ്ങളിൽ പ്രധാനം. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല. വീര്യം കുറഞ്ഞ മദ്യം ഉൽപാദനം, സ്പിരിറ്റ് ഉൽപാദനം, ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ നവീകരണം തുടങ്ങി കഴിഞ്ഞ വർഷങ്ങളിലെ ബജറ്റുകളിൽ പരിശോധിച്ചാൽ പ്രഖ്യാപിച്ച ഭൂരിപക്ഷം കാര്യങ്ങളും ബജറ്റ് പുസ്തകങ്ങളിൽ ഒതുങ്ങി. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും സർക്കാർ ഖജനാവിലേക്ക് മികച്ച വരുമാനമാണ് മദ്യത്തിലൂടെ ലഭിക്കുന്നത്. ആ വരുമാനം വർദ്ധിക്കുകയെന്ന ലക്ഷ്യത്തോടെ നടത്തിയ പ്രഖ്യാപനങ്ങളാണ് ജലരേഖയായത്. അതിൽ പ്രധാനപ്പെട്ടതാണ് 2 വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച IT ടെക്നോ പാർക്കുകളിൽ മദ്യശാല അനുവദിക്കുമെന്ന പ്രഖ്യാപനം. എന്നാൽ കാലം ഇത്ര കഴിഞ്ഞിട്ടും അതിനുള്ള മാനദണ്ഡങ്ങൾ പോലും തയ്യാറാക്കാനായില്ല. ഇപ്പോഴും വിഷയം നിയമസഭാ സമിതിയുടെ പരിഗണനയിലാണെന്നാണ് വിവരം. അതിനു പുറമെയാണ് വ്യവസായ പാർക്കുകളിലും മദ്യശാലകൾ അനുവദിക്കുമെന്ന പ്രഖ്യാപനവും. പഴവർഗ്ഗങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുമെന്ന പ്രഖ്യാപനവും മരച്ചീനിയിൽ നിന്നുള്ള സ്പിരിറ്റ് ഉൽപാദനവും എന്തായെന്ന് ആർക്കും അറിയില്ല. കശുമാങ്ങയുടെ ദൗർലഭ്യമാണ് പഴവർഗ്ഗങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യോൽപാദനത്തിന് തടസ്സമായി ചൂണ്ടിക്കാട്ടുന്നത്. മരച്ചീനിയിൽ നിന്നും സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ലാഭകരമല്ലെന്ന കണ്ടെത്തലും വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുമെന്ന പ്രഖ്യാപനവും എങ്ങും എത്തിയില്ലെന്നതും മറ്റൊരു സത്യം. കഴിഞ്ഞ വർഷം 18,515 കോടി രൂപയാണ് മദ്യവിൽപ്പനയിലൂടെ ഖജനാവിലെത്തിയതെന്നാണ് കണക്ക്. ഇതിൽ 16,000 കോടി നികുതിയായി ലഭിച്ചെന്നാണ് വിലയിരുത്തൽ. ആ സാഹചര്യത്തിൽ മദ്യത്തിലൂടെ വരുമാനം കൂട്ടാൻ നടത്തിയ ശ്രമങ്ങൾ വെറും പ്രഖ്യാപനങ്ങളായി തുടരുകയാണ്.